ഹലോ, അപ്പം നമുക്ക് ഇന്നത്തെ ലഞ്ച് വിശേഷങ്ങളൊന്ന് കണ്ടാലോ? ഓൺ വോയിസിൽ വീഡിയോ എടുത്തതാണ്. പക്ഷേ എൻ്റെ ചെക്കൻ അതങ്ങ് തോലച്ച് കളഞ്ഞു. അവൻ കരച്ചിൽ പിഴിച്ചിൽ പാത്രം എടുത്തെറിച്ചിൽ ചെക്കൻ സമ്മതിക്കൂല. പിന്നെ ഞാൻ ആ പരിപാടി അവിടെ വെച്ചങ്ങ് നിർത്തി. ഇന്ന് ഒന്നും പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാനില്ല, ജോലി എളുപ്പമാണ്. കാരണം നമ്മൾ ഇന്നലെ വീട്ടിലില്ലായിരുന്നു. മെനിഞ്ഞാന്നുണ്ടാക്കിയ ചോറൊക്കെ അതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി കൊണ്ടുവന്നതുകൊണ്ട് അതാണ് കഴിച്ചത്. പിന്നെ വൈകുന്നേരം കാപ്പിയായിരുന്നു. അപ്പം ആദ്യം തന്നെ ഈ ചോറിനെ ഒന്ന് കഴുകി തിളപ്പിച്ച് എടുക്കാം. പിന്നെ അവിയലും മീൻകറി, ഇവർ രണ്ടുപേരും കുട്ടപ്പന്മാരെയൊക്കെ എടുക്കാം. അവിയലൊന്നും നമ്മൾ എടുത്തിട്ട് പോലും ഇല്ലായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ഇതാക്കി വരുമ്പോൾ അവിയലും സെറ്റ്. പിന്നെ അടുത്ത് മീൻകറി, അതൊന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയൊരു സംഭവം കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇത്തിരി സ്പെഷ്യലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കൊച്ചുള്ളി വൃത്തിയാക്കി എടുക്കാം. യവനെ കൊണ്ട് തോറ്റ്. അവനാണെങ്കിൽ എന്തോ വലിയ സംഭവമൊന്നും പറഞ്ഞാൽ അവൻ അങ്ങ് ഇരിക്കുവാണ് എൻ്റെ കൂടെ. എനിക്ക് ജോലി ഉണ്ടാക്കി തരലാണ് ഇപ്പോൾ അവൻ്റെ മെയിൻ പണിയാണ്. പോട്ടെ, പിന്നെ കരയാതെ ഇങ്ങനെ നടക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്നും വിടാതെ ഇരിക്കുന്നതേ ഉള്ളൂ. കൊച്ചുള്ളി കഴിഞ്ഞാൽ പിന്നെ എന്താ, തേങ്ങ. വേറൊന്നുമല്ല, ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കൂലിപ്പൊടി എന്ന് പറയുമ്പോൾ, അതായത് കൊഞ്ചിൻ്റെ തീരെ കുഞ്ഞത്, അപ്പം അത് വെച്ചുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മണ്ണ് വഴിക്കൊക്കെ കാണും. അപ്പം ആദ്യം ഒന്ന് നല്ല രീതിക്ക് വൃത്തിയായിട്ട് കഴുകി എടുത്തതിന് ശേഷം ചീനിച്ചട്ടിയിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കുക. ഞാൻ തേങ്ങ ഇങ്ങനെ ചുരണ്ടിയെടുക്കും. അയ്യേന്നൊന്ന് വിചാരിക്കരുത്, തേങ്ങയ്ക്ക് എണ്ണയ്ക്കൊക്കെ ഇപ്പോൾ എന്താണ് വില എനിക്കറിഞ്ഞൂടാ. ഉമ്മ വാങ്ങിക്കൊണ്ട് വന്നിട്ട് എന്നെ കേൾക്കും തേങ്ങയുടെ വില എത്രയെന്ന് അറിയാൻ പോകുന്നു. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ സംഭവങ്ങളൊക്കെ വറുത്തെടുത്തതിന് ശേഷം കൊച്ചുള്ളിയിട്ട് കുറച്ച് വറ്റൽമുളക്, ആവശ്യത്തിന് എരിവിന്. പിന്നെ ഉപ്പ് എന്തായാലും കാണത്തില്ല, നമ്മളത് ഇടണം. ഈ പരിപാടിന് ഉപ്പ് കുറവാണ്. നന്നായിട്ട് അരച്ചെടുത്തിട്ട് നല്ല ചൂട് ചോറിൽ ഈ ചമ്മന്തി ഇട്ട് കഴിക്കണം. എന്തൊരു ടേസ്റ്റ് എന്നറിയാമോ? നമ്മൾ എന്നും കഴിക്കണതിനേക്കാളും 2 ഇരട്ടി ചോറ് കൂടുതൽ കഴിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബേബി, സീ യു.